ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ടീം കാർ വാഷ് ചെയ്ത് കാണിച്ചു തരാം. സാധാരണ എൻ്റെ വണ്ടി ഞാൻ തന്നെയാണ് കഴുകാറ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ വണ്ടിയിൽ കിടന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എലി വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ട്രിപ്പൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വണ്ടി വാഷിന് തന്നെയാണ് കൊടുക്കാറ്. ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കാർ വാഷിന് വിളിച്ചു. ഗ്രീൻ ലീഫ് കാർ സ്പാ എന്ന് പറഞ്ഞൊരു ടീമാണ് ഇത് ചെയ്തത്. എത്രത്തോളം വൃത്തിയാവുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. സാധാരണ നമ്മൾ കാർ വാഷ് കൊടുക്കുന്നതിനേക്കാളും ഒരു 80 റുപ്പീസ് കൂടുതലാണ്. ഇതിന് ഞാനിപ്പോൾ ഒരു 580 റുപ്പീസാണ് കൊടുത്തത്. ഇവർ ചെയ്യുന്നതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഇവരെ ബാക്കിൽ കാറില്ല, വേറൊരു കാർ വെയിറ്റിംഗ് ഇല്ല. അപ്പോൾ നമ്മളെ കാറിന് വേണ്ടിയിട്ട് മുഴുവൻ ടൈമും ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വൃത്തിയാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. 2 ആളെ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഒന്ന് വാട്ടർ വാഷ് ചെയ്യും, അത് കഴിഞ്ഞ് ഫോം വാഷ് ചെയ്യും, അത് കഴിഞ്ഞ് ഫോം വാഷ് ക്ലോത്ത് വാഷ് ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് തുടച്ച് വൃത്തിയാക്കി തന്നു. കാർ വാഷിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഇങ്ങനെ വരെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. എനിക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇവർ എല്ലാ എക്യുപ്മെൻറ്റ്സുമായിട്ടാണ് വരുന്നത്. ലൈക്ക് വാട്ടർ, ഫോം, കാർ വാഷ്, അത് ഓൺ ചെയ്യാനുള്ള ജനറേറ്റർ എല്ലാം ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. ഇൻറ്റീരിയർ വാഷ് നന്നായി ചെയ്ത്. ഇൻറ്റീരിയർ വാഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം ഇൻറ്റീരിയറാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. വർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെയും കാണിച്ചു, അത്രേ ഉള്ളൂ.